അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുക്കിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ദീപാവലിയുടെ ആ സമയത്തൊരു വീഡിയോ ഇട്ടിരുന്നു, അതാരും കണ്ടിട്ടൊന്നുമില്ല. അതായത് കണ്ടിന്യൂ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് റീച്ച് ആവാത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം, പിന്നെ നെയ്ച്ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ഒഴിച്ചു. ഒരു 2-3 ചെറിയ പട്ടയും ഒരു ഏലക്കയും ഒരു 3 ഗ്രാമ്പൂവും ഒരു 2 ചെറിയ കഷ്ണം തക്കോലവും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവോളയും കൂടി ഇതിലേക്ക് ചേർത്താണ്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. സവോളയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു. പിന്നെ കുരുമുളക് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളകും, പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി നന്നായിട്ട് അരച്ചെടുത്തു. അത് ഇതിലേക്ക് ചേർക്കാം. ഇതിന്റെ കൂടെ ഞാൻ ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തു. ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വാടി വരണമെന്നില്ല കേട്ടോ, നമുക്ക് അതിന് മുമ്പ് തന്നെ ചിക്കൻ ചേർക്കാം. കാരണം ചിക്കൻ വേകുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ഇതിൽ നന്നായിട്ട് വെന്തിട്ട് നല്ല ഒരു മിക്സായി വരും. കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ ഇതിൽ കിടന്ന് വെന്തോളും കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടിടണമെന്നില്ല, ഇതിൽ കിടന്നിട്ട് വെന്തോളും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഞാൻ ആദ്യമേ ചേർക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ ആവശ്യമേ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. അതിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. നെയ്യ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ കുറച്ചിട്ട് നെയ്യ് വേണമെങ്കിൽ കൂട്ടി ഒഴിക്കാം. ഇതിലേക്ക് ഞാനൊരു പകുതി സവോള അരിഞ്ഞത് നമുക്കൊന്ന് വറുത്തെടുക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്തു. ഇനി ഇതിലെ കുറച്ച് മുന്തിരിയും കൂടി ഇടാം. ഉണക്കമുന്തിരിയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ വെറുതെ ഇടുന്നത് കൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ. മുന്തിരി നന്നായിട്ട് റോസ്റ്റായി വന്നു.
ഇനി അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തത്. നേരത്തെ എടുത്ത സവാള ഇല്ലേ, വറുക്കാനായിട്ട് എടുത്ത സവാളയുടെ പകുതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാം. പച്ചമുളകും കൂടി ചേർത്തു. ഒരു പച്ചമുളകിൻ്റെ പകുതി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തു. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ക്യാരറ്റും കൂടി ചേർക്കാം. ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തു. റൈസ് ഞാൻ തോർത്താനായിട്ട്, വെള്ളം തോർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഈ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് റൈസ് അല്ലേ എടുത്തത്, അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കാം. 1, 2, 1, 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 4 കുറച്ചുകൂടി ഒഴിക്കാം. 4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി റൈസിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നാരങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തു. അത് നമുക്ക് അതിൻ്റെ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് വരും. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. ചിക്കന് വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു കേട്ടോ. വെള്ളം വറ്റാനുണ്ട്, നന്നായിട്ട് വറ്റട്ടോ കേട്ടോ. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ വെള്ളം കൂടി വറ്റി വന്നാൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിരുന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ റൈസ് ഏകദേശം വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇപ്പം നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്കിടാം. നമ്മുടെ അടിപൊളി നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിക്കൊണ്ട് നിന്ന സമയത്ത് ഫോണിൻ്റെ ചാർജ് തീർന്നേ. അപ്പോൾ അത് കാരണം എനിക്ക് ലാസ്റ്റ് ചിക്കൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കുന്ന ഭാഗമൊന്നും എടുക്കാൻ പറ്റില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, മുളക് പൊടി മല്ലിപ്പൊടി എല്ലാവർക്കും അറിയാവുന്ന തന്നെ, പിന്നെ ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല വറ്റിച്ചെടുത്തു.